ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ പത്തിരിയാണ് കേട്ടോ. പത്തിരി ഉണ്ടാക്കിയിട്ട് കുറേ ആയി അല്ലേ. ഇവിടെ ഇപ്പോൾ ഏകദേശം 7 മാസമൊക്കെ ആയിട്ടോ ഇവിടുന്ന് പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട്. മറന്നുപോയിക്കൊന്നും ഇല്ല. സാധാരണ ഞാൻ ഇത് പൊടിയെടുത്ത് വെച്ചിട്ട് ഓള് വെള്ളം പാർന്നിട്ട് കുഴച്ചതല്ലേ, ഇതിപ്പം വെള്ളം ഞാൻ തന്നെ പാർന്ന് കുഴക്കുകയും ഞാൻ തന്നെ ചെയ്ത്. രണ്ടാളും കൂടിയേനും ഉണ്ടാക്കൽ എത്രയാന്ന് വിചാരിച്ചിട്ടാ, കണ്ടു പഠിക്കണ്ടേ അല്ലേ. ഓളിങ്ങനെ ചെയ്തു തരും, ഞാനതിങ്ങനെ ശ്രദ്ധിക്കാണ്ടിരിക്കും. അങ്ങനെ ഇപ്പോൾ സാഹചര്യം വന്നേരം കണ്ടു തന്നെ പഠിച്ച്. അപ്പോൾ ഇതാ പുതിയ പത്തിരി കല്ലൊക്കെയാണ് കേട്ടോ. ഇതിപ്പോൾ കുറേ എണ്ണത്തിനുള്ള ഉണ്ടാവുമല്ലോ. നല്ല സൂപ്പറാക്കി, നല്ല അടിപൊളിയായിട്ട് ആക്കി കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, സൂപ്പറാക്കി. നല്ലോണം ഉരുട്ടണം. ഒരു കണ്ട് ഈ കൊണ്ടൊന്നും നടക്കുകയല്ല. അവിടുന്ന് ചൂടാകുന്നുണ്ട്. ഇന്നലെ നല്ല അയില മുളകിട്ടതാടാ വെച്ചതാണ് ഇന്നലെ രാത്രി. ഇതെല്ലാം വെച്ചിട്ട് ഉറങ്ങുമ്പോഴേക്ക് 12 മണിയാക്കി. അന്നേരം ഉറങ്ങിയിട്ടുണ്ടാവില്ല. ബാബ കുറേ കഴിഞ്ഞേരം ഉറങ്ങി കേട്ടോ. പോലും എണീച്ചില്ല. ഒരു നല്ല എണീറ്റോട്ടെ. കാരണം 1 മണിയാവും, 2 മണി ഒറ്റയ്ക്ക് പോകാൻ ഉറങ്ങുമ്പോൾ. അപ്പോൾ എണീക്കുമ്പോഴേക്ക് ചായ അങ്ങായ ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിന്ന് ആക്കുക. ഫോൺ എടുക്കലും രണ്ടും കൂടി നടക്കുകയല്ല. നല്ല അടിപൊളി പത്തിരി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 3 എണ്ണമായി നമുക്കുള്ളൂ. കുറച്ച് വലിയതാണെങ്കിൽ, ചെറുതാണെങ്കിൽ 6 എണ്ണം കൊള്ളുമായിരിക്കും. കുറച്ചെണ്ണം ഇവിടെ ആയിക്കുണ്ട്. ഒരു 12 എണ്ണമാണ് കറക്റ്റ്. 6 എണ്ണക്കോ 6 വെക്കോ കറക്റ്റ് കണക്കാക്കി ഉണ്ടാക്കിയതാണ്. നല്ലോണം പൊന്തി വന്നുണ്ട പത്തിരി. എന്താ മേക്കിങ്! വാ, എന്താ ഉണ്ടോ നിങ്ങൾ? അടിപൊളി കൊയ നന്നായാൽ ഇങ്ങനെ ഉഷാറാവും. ഈ തിന്നാനുള്ള ഭാഗ്യം മിന്നുവിനാണല്ലോ. ഒപ്പം തിന്നലല്ല, അടുക്കള തന്നെ കേട്ടോ. അങ്ങോട്ടേക്ക് ഫുഡ് കൊണ്ട് കാലർ തിന്നാം. മിന്നുവിൻ്റെ ഓർഡർ. ഇത്രയും സാധനങ്ങൾ ക്ലീനാക്കി വെക്കുവാനുണ്ട്. എന്താ ഉണ്ടാക്കിയതാ ശരി പ്രത്യേകിച്ച് ഞാൻ. ഹലോ, കുഴങ്ങിപ്പോയി. ഒരു 4-5 കസേര ഉണ്ടായിരുന്നു പള്ളിയിൽ കൊടുക്കുവേ. അതും കൊടുത്ത് ലേശം മുത്താറിപ്പൊടിയും വാങ്ങി വന്നിയാ വാവക്ക് കുറുക്ക് കൊടുക്കാനേ. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അടുക്കളയിൽ. ഇപ്പം വന്നിട്ട് അതെല്ലാം കഴുകണമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ വന്ന് അടുക്കളയിൽ ഇറങ്ങിയാലോ ഇത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇതെന്താ അല്ലേ അവസ്ഥ? നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പത്തിരി കല്ലെല്ലാം ആടെ ഇവിടെ എല്ലാം ഉണ്ട്. എല്ലാം ക്ലീനാക്കി ഉഷാറാക്കിക്ക്. എല്ലാം ഇത്രയും വൃത്തിയാക്കിക്കല്ലോ അല്ലേ. ഇതാരാ ചെയ്തേ? മിന്നു ഒരു വർക്കും ചെയ്യുന്നില്ല എന്നുള്ള പരാതി ഉണ്ടോ ആർക്കെങ്കിലും? ഇത് ഇന്നലെ വെച്ച കറിയാട്ടോ. ഇന്ന് ഉച്ചക്കേക്കും കൂടി എത്തിക്കണല്ലേ. ഇത് ലേശം വെള്ളം ചേർത്താലോ? അല്ല, മുഴുപ്പുള്ള കറിയാ, ലേശം വെള്ളം ചേർക്കാം. എന്താ? അല്ല, നല്ല മുഴുപ്പുള്ള കറിയാ ഇത്. ലേശം വെള്ളം ചേർക്കാം. അത് കഴുകാൻ മറന്നു വയ്ക്കി. ലേശം വെള്ളം ചേർക്കട്ടെ? ലേശം, ഒരു ഗ്ലാസ്. എന്താ, എനക്കുള്ള കറി വെള്ളം ആയിക്കോട്ടെ. അപ്പോൾ മിന്നു ഇവിടെ ഒരു പണിയും എടുക്കുന്നില്ല എന്നെല്ലാം ചിലർക്കൊരിതുണ്ട്. കുറേ ആൾക്കാർ പറഞ്ഞു പാവം പിയാപ്പിള ഇങ്ങനെ കുഴങ്ങാണ്. പക്ഷെ ഇവളെല്ലാം ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിയാപ്പിളനെ കൊണ്ടൊന്നും അവള് ചെയ്യിക്കലില്ല. എന്താ സപ്പോർട്ട് ചെയ്താൽ എന്താ നല്ലതും പറഞ്ഞൂടാ. ഇതിനെപ്പറ്റി മോശമായിട്ടാ പറഞ്ഞേ. എന്താ ഇനി ചെയ്യുന്ന 4 ആൾ അറിയട്ടെ. ഓളെ കൊണ്ട് ഒന്നിനും പറ്റിയല്ല. കുഞ്ഞാനല്ല, ഒറ്റക്ക് നിങ്ങൾ നോക്കുക അല്ലേ എന്നല്ല ഓരോരുത്തർ പോകുമ്പോൾ ഓരോരുത്തർ പറയില്ലേ. എല്ലാം ഓളെ ഇനിയാ ചെയ്യല്. ഞാനൊരു സപ്പോർട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇത് അടിച്ചു വരുന്ന കണ്ടോ. ഇവളൊരു സംഭവം തന്നെ അല്ലേ. ഞങ്ങള് പിന്നെ കണ്ണേറിടല്ലേ, ഞാൻ പറഞ്ഞതാ. എന്നാ ഞാൻ കുറച്ച് പിന്നെ സോഫയിൽ പോയി കിടക്കട്ടെ. ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും കൊണ്ടുത്തരുമോ? ഇനി പുഴുങ്ങിയത് അധികം വേവണ്ട കേട്ടോ. ഉള്ളിലെ ആ മഞ്ഞ ഒരു ഇളമ്പ് ഇറങ്ങിയെടുത്തോ. അതാകുമ്പോൾ കടിച്ച് തിന്നാൻ വേറെ തന്നെ ഒരു ടേസ്റ്റാ. സോഫയമ്മ കിടക്കുവാനാവല്ല, അവിടെ തിരുമ്പിയിട്ടതുണ്ട്. അത് ആദ്യം മടക്കി വെക്കട്ടെ, എന്നിട്ട് കിടക്കാം. ഇന്ന് മഞ്ഞച്ചോറാക്കാൻ വിചാരിച്ചു. സമയം ലേശം വൈകി പോയിക്ക്. സമയത്രായിന്നറിയോ? പറയാണ്ടല്ലേ വീഡിയോയില്?
ഉണ്ടാക്കിയാന്ന് വിചാരിക്കും. മഞ്ഞച്ചോറ് വെക്കട്ടെ, അതാകുമ്പോ 2 വിസിലടിഞ്ഞ ഇറങ്ങാതല്ല. കറി ഇന്നലെ നല്ല അയിലക്കറി വെച്ച് വെച്ചിട്ട് അതും മഞ്ഞച്ചോറാണ്. ഇതിൻ്റെ അകത്ത് അരി എടുക്കണ്ടേ? തൽക്കാലം തുടച്ചില്ല, പ്രശ്നല്ലേ? അതല്ല, അരി ഇതിലിടാണ്ടെന്നാ പോരെ ഇത്? എന്നാലല്ലേ നഞ്ഞ പ്രശ്നമുള്ളൂ. എന്റെ കുക്കുരുവാവ് എന്നെ നോക്കുന്നേ, അത് മഞ്ഞച്ചോറ് വാനോ പറ. അരി കഴിക്കാതെ ഞാൻ അത് വിചാരിച്ച അത് അരിയും എടുക്കാനോ? അരി വെള്ളുന്നാണല്ലോ. അരി ഒരു അളവ് അറിയണ്ടേ? അളവ് അറിയണോ? വേറെ ഐഡിയ ഉണ്ട്. ഇത് അരിയിലിട്ടാലല്ലോ പ്രശ്നമുള്ളൂ. വേറെ അരി എടുത്തിട്ട് അതിലിട്ട അളവ് കിട്ടുമല്ലോ. അളവ് കിട്ടും. അപ്പൊ നന്നയിലേന്ന് അരി കിട്ടും അങ്ങോട്ട് ശരിയാന്. ചോപ്പ് ചെറിയ ബക്കറ്റില്ല. ഒരു 5 കിലോ പൊന്നേരി വാങ്ങിയതിന് 250 റുപ്യ. അല്ല എത്രയാണ്? റേഷനരി ആണോ? വേണ്ട, വിശക്കുന്നുണ്ടോ? 1000 തന്നെ കിട്ടുക. ബക്കറ്റോടൊക്കെ തന്നെ എടുക്കാൻ കഴിയില്ല. ഇതില് വേറെ കവറില്ലേ? വേറെ കവറിലല്ലേ പൊട്ടിക്കില്ലേ അരിയോ? അത് കാക്ക കൊത്തിയതാ. ഞാൻ 2 മിനിറ്റ് പനങ്കൾക്കുണ്ടോ അങ്ങനെ അവിടെ ഒപ്പോട്ട് കാക്ക കൊത്തിട്ട് പോയി. പിന്നെ കവർ ഇട്ടി അവിടെ ഉള്ള പറഞ്ഞൊരു കവർ തരുമോ? ഇല്ലേ പനങ്കൾക്കുണ്ട മാങ്ങൂലാണ്. ഒരു കച്ചവടം പോയിക്കൊണ്ട ഒരു പോരെ, ഒരു 1000 പോരെ? എന്താ എന്റെ അരി? ഒന്ന് കുറച്ചും പോരെ? എനക്ക് ഇത്ര മതി. ഞാനൊരു ഇത്ര തന്നു. രാത്രി ചോറ് വേണോ വേണ്ടേ? രാത്രി ചപ്പാത്തിയും ചിക്കനും ആക്കിയാലോ? ജുമ്മ ഒരു നാടൻ കോഴിനെ മുറിച്ച് തന്നിക്കില്ലേ? ചിക്കൻ അല്ലേ? അത് 5-6 ചപ്പാത്തി വെക്കാം. എന്താ പകുതി എടുക്കണം. എന്താണ് ഇത്? 1/2 സേറല്ലോ? 1 സേറാ? 1 സേർ ആണെങ്കിൽ 2 നിറച്ചു വേണം മോനെ. അങ്ങനെ ഉണ്ട്. അത് അങ്ങനെ നിങ്ങളെ നമ്മളവിടെ 1.25 എടുത്തേ. നമ്മളവിടെ ഉണ്ടല്ലോ ആദ്യം എന്തേനോ മരത്തിന്റെ ഒരു നായി ഉണ്ട്. ഇതോ അതാവുമ്പോ 1 എടുത്താ മതി. ഇതെന്ത് നായി? പിന്നെ ഒന്നെടുക്കാൻ പറ്റിയ ഇങ്ങനത്തെ ഒരു നായി ആയിട്ട് ഇങ്ങനെ ഇടങ്ങാറ് കകട്ടരി. കത്തിക്കുന്ന പാവ ഇതൊക്കെ കണ്ട് ഇങ്ങനെ നിക്കുന്ന പഠിച്ചവനെ. നാളെ ഞാനും ഇങ്ങനെയൊക്കെ ആക്കേണ്ടി വരുമോ? ചെറുക്കുന്നല്ലോ മറന്നായി. ആദ്യം തീ കത്തിക്കല്ലോ. തീ കത്തിച്ചിട്ട് ഉമ്മയും മോനെ ഒരിക്കുന്നുണ്ട് ഇല്ലേ? എന്റെ തുടങ്ങിക്കോ. വെളിച്ചെണ്ണല്ലേ വേറെ? ഓയിൽ വെക്കാവോ? എന്നാ വെളിച്ചെണ്ണ അനക്കണ്ട. അതൊക്കെ ഓർമ്മയില്ല എന്താ ഓയിലായിരുന്നു. ആണോ? എന്നാ സൺഫ്ലവർ അല്ലെങ്കിൽ ഇപ്പൊ എന്നാ സംഭവിക്കുക? എന്താ തട്ടിപ്പോവാ? അപ്പൊ ഗൈസ് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ഒഴിക്കുക. അപ്പൊ മന്തിക്ക് മാത്രമല്ല മഞ്ഞച്ചോറിന് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ഒഴിക്കാട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചെത്തിയിട്ട, ഞാൻ കുക്കിംഗ് ചാനലാണ് കേട്ടോ ഇനി ഉണ്ടാവുക. ഇനി ഞങ്ങളുടെ ഫാമിലി ഉള്ളത് ലേശം
കുനകുന ഇങ്ങനെ ഇടുക. കുനകുന. കറാമ്പൂ മാത്രമേ ഉള്ളൂ, കറുപ്പത്തോലുണ്ടോ? അതൊക്കെ എത്രയാണ്? 2-3 കിലോ മതിയാവോ? ഏത് കടയില്? ഓ ഓലിപ്പ എന്നാ ഒഴിവാക്കിയാണ് ഇടക്കിടക്ക് പോയിട്ട് നൈസായിട്ട് ഓരോന്ന് വാങ്ങാനുണ്ട്. ഇതില് ഗ്രാമ്പ് മാത്ര ഈ അടുപ്പത്തിട്ടെ അതിനളക്കുന്ന അതുകൊണ്ട് കണക്ക് വെള്ളം വേണല്ലേ. അത് നമുക്ക് ഇതിനകത്ത് അളന്നാ പോരെ, ഇതിൽ എടുത്താ പോരെ. നായില് നായി പാർന്നതിന് ഭക്ഷണമൊന്നും ഇല്ലാലോ. നായി ലേശം ചോറ് അരിയും ഉണ്ട്. ഇതങ്ങനെ ആക്കാം. മതി അതിനും. പക്ഷെ ഇങ്ങനൊക്കെ ആയിപ്പോയില്ലേ, ഇനിയിപ്പോ എന്താക്കൂ? അടുത്ത വഴി നോക്കുക. ഈ ലേശം അരിയും കൂടി ഉണ്ട്. 2 പാർസലിങ് വാങ്ങാനില്ലേ ചോറ്. ഇത് 4 മണിക്ക് 2 മണി കഴിഞ്ഞ്. എന്താ, ഞങ്ങളൊരു ഭയങ്കര പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വാവേന ഇപ്പോൾ നിലത്തൊക്കെ വെച്ചാൽ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. പാടുകളെല്ലാം എടുത്തു എന്നാൽ എന്തെങ്കിലുമൊക്കെ വായിലൊക്കെ ഇട്ടാലൊക്കെ ബുദ്ധിമുട്ടാണ്. അതുപോലെ കട്ടിൽ വെച്ചാലും ഇപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ എടുത്ത് നടക്കുന്നതും പ്രശ്നമാണല്ലോ. ഓലിങ്ങനെ പിന്നെ മുട്ടിട്ടയോ അങ്ങനെയൊക്കെ ഓലെ നിലത്ത് തന്നെ ഓല് സ്വയം എല്ലാം ചെയ്യണമല്ലോ. എൻ്റെ നോക്കിനെ ഇന്നെ പറ്റിയാ പറയുന്നേ. അപ്പോൾ നമ്മളൊരു സാധനം ഞാൻ ഇങ്ങനെ കണ്ടേന്, ഇങ്ങനെ ഒരു ബോർഡർ ആയിട്ടുള്ള വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ അതുപോലെ അവിടെ നിന്നോളും അങ്ങനെയുള്ള. അപ്പോൾ അന്ന് ചെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ പോവുക കേട്ടോ. അതേപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ നിൽക്കാൻ പറ്റിയ ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. മാസ ശമ്പളം ഉണ്ടായിട്ടൊന്നല്ല എങ്കിലും എന്നൊക്കെ പുറത്തിപ്പോൾ തൽക്കാലം 2-3 മാസം വരെയൊക്കെ ഒരു വയസ്സൊക്കെ കഴിയുമ്പോഴൊക്കെ അല്ലേ നമുക്കൊരാൾ എത്ര വരെ എന്നൊന്നും പറയാൻ പറ്റിയല്ല. അപ്പോൾ ഒരാൾ ഇവിടെ നിൽക്കുക ഒരു 10,000 റുപ്യൊക്കെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ആക്കിയിട്ടെല്ലാം കൊടുക്കാം. അപ്പോൾ അങ്ങനെ രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടോ. നമ്മൾ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യും. ഞാൻ അല്ലാണ്ട് നോക്കുന്നുണ്ട്, ആരെയും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വലിയ പൈസ അങ്ങനെയൊന്നും അല്ലാത്ത ഉണ്ടാവുമല്ലോ എന്തെങ്കിലും. പിന്നെ ഇടയ്ക്ക് നിങ്ങൾ ഒരു സൺഡേസൊക്കെ ലീവൊക്കെ എടുക്കുന്നതാണെങ്കിൽ പ്രശ്നമല്ല, അത് നിങ്ങൾ തലേന്ന് പറഞ്ഞേച്ചാൽ മതി. അങ്ങനെ വിഷയമൊന്നുമില്ല. എപ്പോൾ ഒരു ലീവെല്ലാം എടുത്താൽ നിങ്ങളെ ശമ്പളം എന്നാൽ കട്ടാക്കുകയൊന്നുമില്ല. എന്നാലും പ്രശ്നമില്ല. എന്നിട്ടെങ്കിലും ഒരു കുറേ ലീവൊക്കെ എടുത്താലേ കട്ടാക്കുള്ളൂ അല്ലേ. ഒരു ലീവൊക്കെ എടുത്താൽ നമ്മൾ 10 റുപ്യ ഞങ്ങൾക്ക് തരുകയും ചെയ്യും. അതും പ്രശ്നമില്ല. നിങ്ങൾ നോക്കിയിട്ട് ആരുണ്ട് ഒന്ന്. വേറെ ഷോപ്പിലെല്ലാം പണിക്ക് പോകുന്നില്ലേ, അതേപോലെ തന്നെ ഇവിടെ വലിയ കാര്യമൊന്നും വലിയ അടിച്ച് വാരി ക്ലീൻ അങ്ങനത്തെ വലിയ പണികളൊന്നും ഇവിടെ ഉണ്ടാവുകയല്ല. ഫുഡ് ഉണ്ടാക്കുക, പിന്നെ മെയിനായിട്ട് കുഞ്ഞിനെ നോക്കിക്കോളൂ. അല്ലാണ്ട് ഇവിടെ ഒരു കമ്പനിക്ക് ഇങ്ങനെ നിൽക്കുക, ഫുഡും കാര്യമെല്ലാം ഉണ്ടാക്കണം. പിന്നെ ഇവിടെയുള്ള ചെറിയ അടിച്ചു പോലെ ഇവിടെ ആകെ 2 റൂമും ചെറിയ സ്ഥലമല്ലേ ഉള്ളൂ, ചെറിയ കാര്യങ്ങളുണ്ടാകും. പിന്നെ ബാക്കിയുള്ള സമയം ഒന്ന് ഫ്രീ ആയിട്ട് അവരുടെ ഒപ്പം ഒന്ന് കമ്പനിക്ക് ഒന്ന് നിന്ന് കൊടുത്താൽ മതി. ഒക്കെ ഒന്ന് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഞാൻ അവിടെ എൻ്റെ പറയും. ഇപ്പം ഞാൻ എന്തായാലും ടോയ്സ് വാങ്ങിയിട്ട് വരുന്നു. ടോയ്സ് അല്ല ആ സാധനം ഒന്ന് ചെന്ന് നോക്കുക അല്ലേ, എന്തായാലും അല്ലേ പോയി നോക്കുക അല്ലേ. ഇത്രയും വലുപ്പം വരും അല്ലേ. ഇതില്ലെങ്കിൽ ഇങ്ങനെ ചെറിയൊരു ബോർഡർ കൊടുക്കാനൊക്കെ ആണെങ്കിലും ഇതിന്റെ പകുതി ആക്കാനാവോ ഇത്? അല്ല ഇത് ചെറുതാക്കങ്ങ ചുമരിനോടൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ചാൽ മതി. അല്ലെ ഇതിന്റെ പകുതി ആക്കിയിട്ട് അത് ചുമരിനോടൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ചാൽ മതി. കട്ടിനോട് അടുപ്പിച്ച് ഇതെങ്ങനെ ചെറുതാക്കുക? 2 എണ്ണൊക്കെ അയച്ചു കളിച്ചോ? ഇതിന് നേരെ പകുതി ആക്കിയിട്ട് റൗണ്ട് പോലെ കിട്ടും. റൗണ്ടിന്റെ പകുതി ഇനി പക്ഷെ ഇതിൻ്റെ അകത്ത് ഇതൊക്കെ ഇടണം. സോഫയൊക്കെ സോഫ മറ്റേ മേറ്റ് കാര്യമെല്ലാം ഇട്ട് നല്ല സെറ്റാക്കണം. ഇത് കടിച്ചാലൊന്നും പ്രശ്നമില്ല, നല്ല പ്ലാസ്റ്റിക് അല്ലേ. ഹെവി റേറ്റാ. എന്താ ഇത് എടുക്കുന്നോ? ഇല്ലേ നല്ല പൈസയാ. പക്ഷെ പൈസയും കൊടുത്ത് വാങ്ങിയാൽ ഉപകാരപ്പെടും. ഇതിലേക്ക് എനിക്ക് കുഞ്ഞിനെ കടത്തിയാൽ വലുതായാലൊക്കെ പറ്റൂ. ഇപ്പം വാങ്ങിയാൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം. 2-3 വയസ്സ് വരെയൊക്കെ ഉപയോഗിച്ചൂടെ? സൂക്ഷിച്ച് വെച്ചാൽ
ഇതിൻ്റെ പേരിതാട്ടോ, റൗണ്ട് പ്ലേ പെൻ. നമുക്ക് ഭയങ്കര ഉപകാരം. ഇത് മാത്രം ക്ലീൻ ചെയ്താൽ മതി. നെറ്റൊന്നും വേറെ എന്തോ ഉണ്ടോന്ന് അത് നോക്കണ്ട. അതാണ്. അല്ലാണ്ട് കുഞ്ഞ് അവിടെ എവിടെയും പോയി ഓരോന്ന് എടുത്ത് നിന്നൊക്കെ മൊത്തം ക്ലീൻ ആക്കണം. ഇനി പറഞ്ഞില്ലേ ഓരോ സ്ഥലവും ക്ലീൻ ആക്കുന്നു. ഇത് വെച്ച് അതിൻ്റെ ഉള്ളിൽ മാത്രം ക്ലീൻ ആക്കിയാൽ മതി. അവിടെ അവനെ ലോക്കാക്കി കളയാം. ഇന്നെ ഇതിൽ ലോക്കാക്കിന്ന കേട്ടോ, ഇന്നെ ഇതിൽ ലോക്കാക്കിന്ന. അത് വേണ്ട വേണ്ട. അപ്പോൾ നമ്മൾ ഇതെല്ലാവരും ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. എന്ത് സുഖമായിനല്ലേ? വെറുതെ ഭർത്താവ് മിച്ചറുമായിട്ട് ഓരോ ചെറ്റ വർത്താനം പറയുന്നതാണ് ആയിരിക്കും. തമാശ പറഞ്ഞ കേട്ടാ. ഇതിൽ ഇത് നോക്കിയൊക്കെ സാധാ മാറ്റ്. ഇത് ABCD എന്നുള്ളത് ഇതിൻ്റെ അടിയിൽ വെക്കാൻ പറ്റിയ. ഇതിലേതാ? അത് പ്രശ്നം. ഇപ്പം അതിൻ്റെ ഇപ്പം ഇതിൽ റേറ്റ് കുറഞ്ഞ ഏതാ? അല്ല മൊത്തം ഇതാണോ അതാണോ? ഇത് ഈ സോഫ്റ്റ് മതിയോ? 930. പക്ഷെ അത് ഫുൾ ഉണ്ടാവോ അതിൻ്റെ ഉള്ളിലേക്ക്? അല്ല അത് തന്നെ ഓരോ ദിവസവും അതിങ്ങനെ സെറ്റ് ചെയ്ത് പിന്നെ ഓരോന്ന് പഠിപ്പിക്കുന്ന മക്കളെ കുറച്ച് അത് കുറച്ച് ഇപ്പോൾ 8 മാസമായിട്ടല്ലോ. ഇത് വേണോ? ഫൈനലി ഞങ്ങൾ ഇതെടുക്കാൻ തീരുമാനിച്ചു ഗൈസ്. വലിയ പൈസയാ, പക്ഷെ അത്രയും ഉപയോഗമുള്ളതാ അല്ലേ? എടുക്കല്ലേ? നടുവിലൊന്നും ഉണ്ടാകുകയല്ല. അവിടെ നമ്മൾ നല്ല 2 പിന്നെ പുതപ്പ് വിരിക്കുക, അല്ല എന്തെങ്കിലും കുഷ്യൻ കടയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും മുറിച്ചിടുക. അതിൻ്റെ മുകളിൽ മറ്റേ ഇത് വിരിക്കുക. മോനെ സൂപ്പറാ വിരിക്കുക. റെഡിയല്ലേ? എന്നാൽ എനിക്ക് ഓനെ അവിടെ കിടത്താം. ടെൻഷൻ ഇല്ല. അടുക്കളയിൽ എവിടെ വേണമെങ്കിൽ കിടത്താം. ഓൻ അവിടെ എവിടെയും പോയി അതും ഇതും എടുത്ത് നിന്നുള്ള ബേജാറുണ്ടാകണ്ട. ഓക്കെ ഓക്കെ അല്ലേ? ഇല്ല വേണമില്ല. ഇവിടെ എല്ലാം പ്ലാസ്റ്റിക് ഫ്ലവറാ വേണം. ഇങ്ങനത്തെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഇവിടെ നമ്മൾ സാധനം വാങ്ങി കേട്ടോ. വലിയ പൈസയായി പോയിക്ക്. കുറഞ്ഞ ഡിസ്കൗണ്ടാണ് കിട്ടിയുള്ളൂ. ശുണ്ടരാ ഇനി പറ്റു മോനെ, ഇനി പറ്റ്. ഇനി അങ്ങനെ വരൂലട്ടോ. ഇനി ഇതിൻ്റെ ആയിട്ട് അവിടെ കെട്ടും ആള്. വെക്കുരോ അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ. അതിൻ്റെ പേരെന്നാ ഹാഫ് മൂൺ ഗിഫ്റ്റ് മാള്. അവിടെ നിന്നാണ് വാങ്ങിയത്. നല്ല പൈസയായി കേട്ടോ. അല്ലാത്തൊരു ബേജാറില്ലേ? പൈസ ഒന്നും നോക്കണ്ട. വാവേൻ്റെ കംഫർട്ടിന് വേണ്ടി വാങ്ങിയതാണ്. കാരണം ഭയങ്കര ഒരു ടെൻഷനാണ്. എന്ത് തല നോക്ക്. കയ്യാ ഏട്ടാ പേപ്പിച്ച ഇനി ഏട്ടാ ഞാൻ തല കുറ്റിയാണ്. കഴിക്കല്ലേ ഏട്ടോ, ഞാൻ പേപ്പിക്കല്ലേ. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും വലിയ ടെൻഷൻ എന്നിവിടെ വരുമ്പം പറഞ്ഞ നിലത്തൊന്നും ഒരു സാധനം ഒരു പൊടിപടലം പോലും ഉണ്ടാകരുത് എന്നൊക്കെയായിരുന്നു അതിൻ്റെ കാരണം. എന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും അത് ഇത് എടുത്ത് വായിലിട്ടാൽ നമ്മൾ കാണുകയല്ല. ഇതാകുമ്പോൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ മാത്രം നമ്മൾ ക്ലീൻ ആക്കിയാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഇല്ല നിറച്ചിടുന്നില്ല. അതുകൊണ്ടാണ് വലിയ പൈസയായിട്ട് പോലും മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് കത്തുന്നുണ്ട്. പഠിച്ചവനെ ഇത്രയും പൈസയാണ് എത്രയാണെന്നുള്ള അവളോട് പറയുന്നതിന് എന്തുണ്ടോ? പറയണ്ടല്ലേ? ശുചായി ആയിപ്പോയി. എന്നാലും വലിയ പൈസ ഒന്നുമില്ല കേട്ടോ. അങ്ങനെയല്ല 3 പക്ഷെ ഒരുപാടില്ല. എന്നാലും ഞങ്ങൾക്ക് വലിയ പൈസ തന്നെയാണ്. എന്തൊരു ബേജാറ്. പക്ഷെ സാരമില്ല, ആവശ്യത്തിനാണല്ലോ പൈസ അല്ലേ? എൻ്റെ പോവാ പൊരേ പോയിട്ട് എൻ്റെ അതൊക്കെ ഒന്ന് നേരത്താണോ എനിക്ക്? അപ്പൊ ഞാൻ പോവാണ് ഇവിടുന്ന്. ഓക്കെ നമ്മളിതാ ഇതിൻ്റെ അകത്തേക്ക് ലോക്കാക്കാൻ പോകാനേ നമ്മളെ റൂമിന് പറ്റിയതാ ഇതില്ലേ. ഇതെങ്ങനെ ഉണ്ട്? ഇനി ഇന്നെ എത്തി നടക്കുമെന്ന് വിചാരിക്കണ്ട കേട്ടോ. അടിയിലങ്ങ് വെക്കൂ. ഇതിനടിയിൽ നല്ല എന്തെങ്കിലും സ്പോഞ്ച് വെക്കണം. ഇല്ല ഇതിന്റെ മുകളിൽ നട്ട താഴെ വീണിട്ടുണ്ടെങ്കിലേ അല്ലേ പ്രശ്നമാവും. അപ്പൊ ഇതാണ് കേട്ടോ നമ്മള് വാങ്ങിയ സാധനം.